കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലെല്ലാം ജലം പ്രധാന ചർച്ചാ വിഷയമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലത്തൂർ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തന്നെ നോട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ മണ്ഡലവും ആലത്തൂരായിരുന്നു. കുടിവെള്ളത്തിനു വേണ്ടി ജനം നോട്ടയ്ക്ക് വോട്ട് ചെയ്ത സാഹചര്യം മണ്ഡലത്തിൽ ഇല്ലാതായി എന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. കുടിവെള്ള പ്രശ്നം മുന്നണികളുടെ ഉറക്കം കെടുത്തുന്ന മണ്ഡലം കൂടിയായിരുന്നു ആലത്തൂർ. 2014 പൊതുതെരഞ്ഞെടുപ്പിൽ 24,000 വോട്ടാണ് നോട്ടയ്ക്ക് ലഭിച്ചത്. അതോടുകൂടി വിവിധ പ്രദേശങ്ങളെ ബാധിച്ച കുടിവെള്ള പ്രശ്നത്തിന് 90% പരിഹാരവുമുണ്ടായി. മഴക്കാലത്ത് പോലും കുടിവെള്ളക്ഷാമമുള്ള പ്രദേശമാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ചിറ്റൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. കൃഷിക്ക് വെള്ളം ലഭിക്കാതെ വർഷം മുഴുവൻ ബുദ്ധിമുട്ടുന്ന കർഷകരും ആലത്തൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. തങ്ങളുടെ കാലങ്ങളായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാതിരുന്നതോടെയാണ് 2014 നോട്ടയ്ക്ക് വോട്ട് ചെയ്ത് കർഷകർ പ്രതിഷേധിച്ചത്. 24,000 വോട്ടാണ് നോട്ടയ്ക്ക് കിട്ടിയത്. ഇതോടെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഞെട്ടി. മുന്നണി വ്യത്യാസമില്ലാതെയുള്ള മുന്നറിയിപ്പ് ഫലം ചെയ്തു. ഇതോടെ തമിഴ്നാട്ടിൽ നിന്നും ലഭിക്കേണ്ട വെള്ളം കണക്ക് പറഞ്ഞു വാങ്ങാൻ എല്ലാവരും ഒരുമിച്ചിറങ്ങി. ചിറ്റൂരിൽ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിന് ലഭിക്കേണ്ട വെള്ളത്തിന് കൃത്യമായ കണക്കും തയ്യാറാക്കി. അടുത്ത 50 വർഷം മുൻകൂട്ടി കണ്ട് ചിറ്റൂർ പുഴയുടെ തീരത്ത് പുതിയ കുടിവെള്ള പദ്ധതികൾ വന്നു. ഇതോടെ പ്രശ്നങ്ങൾക്ക് 90%-ലേറെ പരിഹാരമായി. നമുക്ക് 54,000-ഓളം കുടുംബങ്ങൾക്ക് ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ പുതിയ കുടിവെള്ള കണക്ഷനുകൾ കൊടുത്ത് വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം നമുക്ക് സാധ്യമാക്കിയിട്ടുണ്ട്. പദ്ധതിയുടെ പൂർണ്ണമായും പദ്ധതി തീർന്നിട്ടില്ല, കുറെ കൂടി ബാക്കിയുണ്ട്. 90% പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ വർഷവും കനത്ത ചൂടാണ് ആലത്തൂരിൽ അനുഭവപ്പെടുന്നത്. കുടിവെള്ളക്ഷാമത്തിന്റെ പ്രശ്നങ്ങൾ പല സ്ഥലത്തും ചെറുതായി തലപൊക്കി തുടങ്ങി. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ പരമാവധി എല്ലായിടത്തെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടലുകൾ ആരംഭിച്ചിട്ടുണ്ട്. പറമ്പിക്കുളം ആളിയാർ കരാർ വഴി കേരളത്തിന് ലഭിക്കേണ്ട വെള്ളം കൃത്യമായി ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിലൂടെ നോട്ടയുടെ ഭീഷണി മറികടക്കാമെന്ന ചിന്തയിലാണ് രാഷ്ട്രീയ കക്ഷികൾ. മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം എസ് ശ്യാംകുമാർ, 24 ആലത്തൂർ.